ദേവസ്വം ബോർഡിൻ്റെ ഒരു ചരിത്രം, ഗവൺമെൻറ്റിൻ്റെ റോള് എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഉണ്ടായത്, ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ, അതായത് അമ്പലങ്ങളുടെ വരുമാനം സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, എന്തിനാണ് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ അവരുടെ വസ്തുവകകളും ഒക്കെ സർക്കാർ നോക്കി പരിപാലിക്കുന്നത്. സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ദേവസ്വം ബോർഡിന് പണം കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ ഗവൺമെൻറ്റിന് നിയമപരമായിട്ടുള്ള ബാധ്യത ഉണ്ട് എന്ന് ചിലർ കമൻ്റ് ഇടുകയുണ്ടായി. അതുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് KSRTC, KSEB പോലെയൊക്കെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ സമയമില്ലായിരുന്നു, അതുപോലെ മറ്റ് പല തിരക്കുകളും. ഇതിനിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഞാൻ ആരിഫിൻ്റെ ചാനലിൽ പോയിട്ട് ചില വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞൊരു കമൻറ്റ്, അല്ലെങ്കിൽ ഞാൻ നടത്തിയ ഒരു ഒബ്സർവേഷനോട് ഒരുപാട് ആളുകൾ വിയോജിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ടു. അപ്പോൾ എൻ്റെ നിരീക്ഷണം ഇതായിരുന്നു, നമ്മുടെ രാജ്യത്ത് ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് എല്ലാ തരത്തിലുള്ള സർക്കാർ സഹായങ്ങളും കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയാണ് കൂടുതലായിട്ട് സർക്കാർ പ്രീണിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ വക പണം ലഭിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിന് തന്നെയാണ്. അത് പണമായിട്ടും അതുപോലെ തന്നെ മറ്റ് പല പ്രിവിലേജുകളും ഭൂരിപക്ഷ സമുദായത്തിനുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ, കേരളത്തിലുണ്ട്, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. പല സർക്കാർ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് പൂജകൾ, അങ്ങനെ അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഉപയോഗിക്കുക വളരെ സാധാരണമാണ് അവിടെയൊക്കെ. പ്രീണനം എന്ന് പറയുമ്പം സർക്കാരുകൾ എല്ലാ മതങ്ങളെയും ചെയ്യാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഭൂരിപക്ഷ മതത്തിനെ തന്നെയാണ്. ദേവസ്വം ബോർഡിന് നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന തുക വളരെ വലുതാണ്, വലിയ രീതിയിൽ പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട്. സർക്കാരിൻ്റെ പണം അത്തരത്തിലുള്ളൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ റിലീജിയസ് അധ്യാപനത്തിന് വേണ്ടിയിട്ട് നൽകുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയാറില്ല പലപ്പോഴും. പകരം നമ്മളിവിടെ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പൈസയെല്ലാം സർക്കാർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വസ്തുത, ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് നമ്മുടെ പൊതു നികുതി പണത്തിൽ നിന്ന് ഒരുപാട് പണം ഈ സർക്കാർ പല മാറി വന്ന സർക്കാരുകൾ ചിലവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരെന്നോട് പറഞ്ഞു എനിക്ക് ചരിത്രം അറിയത്തില്ല, ഞാൻ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. സർക്കാർ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും പണം കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് സർക്കാരിൻ്റെ ബാധ്യതപ്പെട്ട പണമാണ്. സർക്കാർ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട പണമാണ് കൊടുക്കുന്നത്. വേറെ ഒരാൾ പറഞ്ഞു അതൊന്നുമല്ല, 1 രൂപ പോലും കൊടുക്കുന്നില്ല, കൊടുക്കുന്നു എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ 10-10,000 കോടി രൂപയോളം വരുമാനമുള്ള ശബരിമല പോലെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് സർക്കാർ കൈയിട്ട് വാരുകയാണ്. സർക്കാർ ആ ഫണ്ട് പല ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ച ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രമൊക്കെ ചകഞ്ഞെടുത്ത് പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ചരിത്രം, അതേപോലെ ഗവൺമെൻറ്റിൻ്റെ റോള് എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഉണ്ടായത്, അത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിയത്, അതേപോലെ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ, അതായത് അമ്പലങ്ങളുടെ വരുമാനം സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, അതോ പണം ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാം. ആ കൂട്ടത്തിൽ തന്നെ പബ്ലിക് സ്പേസിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതായത് എന്തിനാണ് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ അവരുടെ വസ്തുവകകളും ഒക്കെ സർക്കാർ നോക്കി പരിപാലിക്കുന്നത്? എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് പോലെ തങ്ങളുടെ സ്വത്തുവകകൾ തങ്ങൾ വിശ്വാസികൾക്ക് തന്നെ സംരക്ഷിച്ചുകൂടാ? എന്തിനകത്ത് സർക്കാരിൻ്റെ ഒരു ഓണർഷിപ്പ്? ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഞാൻ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതായത് സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ദേവസ്വം ബോർഡിന് പണം കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ ഗവൺമെൻറ്റിന് നിയമപരമായിട്ടുള്ള ബാധ്യത ഉണ്ട് എന്ന് ചിലർ കമൻ്റ് ഇടുകയുണ്ടായി. അതുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് KSRTC, KSEB പോലെയൊക്കെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. അതായത് ലാഭം വരുമ്പോൾ സർക്കാരിനെടുക്കാം, നഷ്ടം വരുമ്പോൾ സർക്കാർ പൈസ കൊടുക്കും, അങ്ങനെയുള്ളൊരു PSU പോലെയാണ് ദേവസ്വം ബോർഡ് എന്നൊക്കെ കരുതി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതും തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ചെയ്യുന്നത്. അതിനാദ്യമേ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് ഊളിയിട്ട് നോക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1811 കേണൽ ജോൺ മൺറോ, നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി, ഇദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദിവാനായി നിയമിതനാവുകയും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ആ രാജ്യത്തെ, തിരുവിതാംകൂർ രാജ്യത്തെ ക്ഷേത്രങ്ങളെ സർക്കാർ മേൽനോട്ടത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ ആരംഭം എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനത് ചെയ്യേണ്ടി വന്നു? അപ്പോൾ അവിടെ വ്യാപകമായിട്ട് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പരാതികൾ രാജാവിൻ്റെ മുൻപിലേക്ക് വരുന്നു. ഉദാഹരണത്തിന്, ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു പോകുന്നു, ക്ഷേത്രത്തിൻ്റെ വരുമാനം പലരും എടുത്ത് പുട്ടടിക്കുന്നു, മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ,
പല അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല, അത് നടത്താനുള്ള പണമില്ല. ടെമ്പിൾ യഥാവിധി മെയിൻ്റനൻസ് നടത്തുന്നില്ല. അതേപോലെ തന്നെ ആചാരങ്ങൾ മുടങ്ങുന്നു. ആചാരങ്ങളൊക്കെ മുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ദേശത്തിൻ്റെ തന്നെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ അവിടുത്തെ ആളുകൾക്ക് ദുരിതങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ഈ ദേവി കോപിച്ചിട്ടാണ് അല്ലെങ്കിൽ ദേവൻ കോപിച്ചിട്ടാണ് എന്നൊക്കെ വിചാരിക്കുക സ്വാഭാവികമാണ്. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസികൾ തങ്ങളുടെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മുടങ്ങുന്നു. അതിനെ കുറേ ആളുകൾ ഹൈജാക്ക് ചെയ്യുന്നു, അവിടുത്തെ പണം മിസ്മാനേജ് ചെയ്യുന്നു, കറപ്ഷൻ ഉണ്ടാകുന്നു. ഇത്തരം പരാതികളുമായിട്ട് രാജാവിൻ്റെ അടുത്ത് എത്തുന്നു. രാജാവ് ഇത് ദിവാനോട് പരിശോധിക്കാൻ പറയുന്നു. അങ്ങനെ ദിവാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളൊക്കെ പലതും അന്യാധീനപ്പെട്ടിരിക്കുന്നു. പലതും വലിയ ഭൂപ്രഭുക്കന്മാരുടെ കയ്യിലാണ്. അവരിതിൽ നിന്നുള്ള ആദായം കൊണ്ടുപോകുന്നു. അവർ ക്ഷേത്രത്തിലേക്ക് പലതും കൊടുക്കുന്നില്ല. ക്ഷേത്രത്തിൽ വരുന്ന വരുമാനവും പലരും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ കടുത്ത മിസ്മാനേജ്മെൻറ്റും കറപ്ഷനും ഒക്കെയാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രീ കൊളോണിയൽ മുതൽ തന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ ദേവന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളെല്ലാം ദേവൻ്റേതായിട്ടാണ് കണക്കാക്കുന്നത്, ഡെയ്റ്റിയുടെ സ്വത്തുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ പരിപാലിക്കുന്നത് ആ സ്ഥലം കൊടുത്തിരിക്കുന്ന ആളാരാണോ, അല്ലെങ്കിൽ ആ സ്ഥലം കാലങ്ങളായി കൈവശം വെച്ചിരുന്ന കുടുംബം ആരാണോ, അവർ ആണ് ഈ ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ പലപ്പോഴും അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് ശേഷവും ഈ കുടുംബക്കാരോ അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ആളുകളോ ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യും, അതിൽ നിന്നുള്ള ആദായം എടുക്കുകയും ചെയ്തു പോന്നിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദേവൻ്റെ സ്വത്താണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വരുമാനം, അത് കൃഷിയായാലും മറ്റെന്ത് ആദായമായാലും കാണിക്കയായാലും മറ്റെന്ത് ആദായമായാലും അത് ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനും പരിപാലനത്തിനുമുള്ളതാണ്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്ന് ഈ ജോൺ മുൺറോ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളുടെ മാനേജ്മെൻറ്റ് സർക്കാരിൻ്റെ കീഴിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സ്ഥാപിതമാണ്. അപ്പോൾ സ്വത്തുക്കൾ സർക്കാരിലേക്ക് കൂട്ടിച്ചേർത്തു എന്നാണ് പലരും പറയുന്നത്. അങ്ങനെയല്ല. സർക്കാരിലേക്ക് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് എന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ഈ ക്ഷേത്ര സ്വത്തുക്കളുടെ പരിപാലനം, അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ, അവിടുത്തെ വരുമാനങ്ങളൊക്കെ കൃത്യമായി ചിലവഴിക്കുന്നുണ്ടോ എന്ന് ഓവർസീ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ടാണ് ദേവസ്വം ബോർഡിനെ സർക്കാർ നിയമിക്കുന്നത്. അതോടുകൂടി തന്നെ ദേവസ്വത്തിൻ്റെ ജീവനക്കാരെ എല്ലാം തന്നെ സർക്കാർ പേറോളിലേക്ക് മാറുകയും അവരുടെ ശമ്പളം സർക്കാർ ട്രഷറിയിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതെല്ലാം തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഡെയ്റ്റിയുടെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഡെയ്റ്റിയെ ഒരു മൈനറായി കണക്കാക്കുന്നു. അതായത് മൂർത്തിയെ, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഒരു ഓണറായിട്ട് കണക്കാക്കുന്നു, ഒരു മൈനർ ഓണറായിട്ട് കണക്കാക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ആ ഡെയ്റ്റിയുടെ സ്വന്തമാണ്. അതാണ് ദേവസ്വം എന്ന് പറയുന്നത്. അതിനെ പരിപാലിക്കാൻ ഒരു മൈനർ കുട്ടിയെ നമ്മളെങ്ങനെയാണ് രക്ഷകർത്താക്കൾ പരിപാലിക്കുന്നത്, ലീഗൽ ഗാർഡിയൻ എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ ഈ ഡെയ്റ്റിയുടെ സ്വത്തുവകകൾ മാനേജ് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ നടത്താനുമുള്ള അധികാരം ദേവസ്വം ബോർഡിൽ നിജപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിനെ ഒരു ട്രസ്റ്റായിട്ട് രൂപീകരണം ചെയ്ത് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല അവർക്ക് കൈമാറുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ സർക്കാർ അക്വയർ ചെയ്തു എന്നൊക്കെയുള്ള പദങ്ങൾ തെറ്റായിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ദേവൻ്റെ തന്നെയാണ്, ആ ഡെയ്റ്റിയുടെ ഓണർഷിപ്പിലാണ്. ഡെയ്റ്റി മൈനർ ആയതുകൊണ്ടും ഡെയ്റ്റിയെ മൈനറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനൊരു ലീഗൽ റൈറ്റ്സ് കൊടുത്തുകൊണ്ട് ആ സ്വത്തുക്കളെ മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ആർക്കുള്ളത്? ദേവസ്വം ബോർഡിനുള്ളത്. ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ കീഴിലാണ്. സർക്കാരിൻ്റെ കീഴിലെന്ന് പറയുമ്പോൾ അതിലെ അംഗങ്ങളെ നിയമിക്കുന്നത്, ബോർഡ് മെമ്പേഴ്സിനെ നിയമിക്കുന്നതൊക്കെ സർക്കാരാണ്. ഇത് തന്നെയാണ് ശരിക്കും തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണശേഷം കേരള ഗവൺമെൻറ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴും അതിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഓണർഷിപ്പിൻ്റെ കാര്യത്തിലും എല്ലാം ഇത് തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. ഈ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ രഞ്ജിത്ത് വിശ്വനാഥ് മേച്ചേരി എന്ന് പറയുന്ന അദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ്. അത്യാവശ്യം പോസ്റ്റുകളൊക്കെ എഴുതുന്നതാണ്, ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അദ്ദേഹം എഴുതിയിരുന്നൊരു കമൻറ്റ് നോക്കാം. ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനായി മൺട്രോ സാഹിബ് ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം 1811 തിരുവിതാംകൂറിലെ വലുതും ചെറുതുമായ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ഭരണകൂടത്തിൻ്റെ റവന്യൂ വിഭാഗം ഏറ്റെടുത്തത്. തിരുവിതാംകൂറിൽ മാത്രം ക്ഷേത്രഭൂമികൾ അക്വയർ ചെയ്തപ്പോൾ 62,000 ഏക്കർ സ്ഥലങ്ങളും 5,48,000 ഏക്കർ കൃഷിസ്ഥലങ്ങളും സർക്കാരിന് കീഴിലായി.
ഇവിടെയാണ് പ്രശ്നം. സർക്കാരിന് കീഴിലായി എന്നുള്ളത് തെറ്റായിട്ടുള്ള വാദമാണ്. സർക്കാരിൻ്റെ ഓണർഷിപ്പിലേക്ക് ഒരു ദേവസ്വം ഭൂമിയും മാറ്റിയിട്ടില്ല. ദേവൻ്റെ സ്വത്ത്, ഡെയ്റ്റിയുടെ സ്വത്തുക്കളായിട്ട് തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക് ഇതിനാൽ ഉണ്ടാവുന്ന വരുമാന നഷ്ടം നികത്താനായി പ്രതിവർഷം 22.4 ലക്ഷം പറ നെല്ലിൻ്റെ മൂല്യമാണ് ക്ഷേത്ര നടത്തിപ്പിനായി അന്നുണ്ടാക്കിയ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ആദ്യ രൂപത്തിന് നഷ്ടപരിഹാരമായി കൊടുത്തു പോകുന്നത്. ഇവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വത്തിന് ആണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വത്തിന് ഈ പറഞ്ഞ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള വരുമാനം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ദേവസ്വത്തെ ഉണ്ടാക്കി ഡെയ്റ്റിയുടെ സ്വത്തുക്കൾ വീണ്ടെടുത്ത് ഡെയ്റ്റിക്ക് കൊടുക്കുകയാണ് മൺട്രോ സാഹിബ് ചെയ്തത്. അങ്ങനെ മൺട്രോ സാഹിബ്, അതായത് ഇത് നേരത്തെ ചില ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, അത് മാറ്റി അത് ദൈവത്തിൻ്റെ അധികാരം അവിടെ അരക്കിട്ടുറപ്പിക്കുകയും അതിനെ മാനേജ് ചെയ്യാൻ ദേവസ്വം ബോർഡിനെ അവിടെ ആക്കുകയും ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്തിൽ നിന്നുള്ള വരുമാനം കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് നിജപ്പെടുത്തുകയും ചെയ്യുകയാണ് മൺട്രോ സാഹിബ് ചെയ്തത്. ഇവിടെ തന്നെ വലിയ രീതിയിലുള്ള കോൺട്രഡിക്ഷൻ ഉണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്, അതായത് സർക്കാർ സഹായം എന്നത് ഔദാര്യമല്ല, ദേവസ്വങ്ങൾക്ക് നൽകുന്ന പാട്ടത്തുക അല്ലെങ്കിൽ നഷ്ടപരിഹാരമാണ്. ദേവസ്വങ്ങൾക്ക് എന്തിന് പാട്ടത്തുക നൽകണം? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ദേവസ്വത്തിൻ്റെ ഭൂമി ദേവസ്വം തന്നെ കൈകാര്യം ചെയ്യുന്നു, അതിൽ നിന്നുള്ള വരുമാനവും ദേവസ്വം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിനകത്ത് എന്തിനാണ് സർക്കാർ പാട്ടത്തുക ദേവസ്വത്തിന് കൊടുക്കേണ്ടത്? ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ഭൂമി നമ്മൾ വ്യക്തികൾ, സ്വകാര്യ വ്യക്തികളെടുത്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ദേവസ്വത്തിന് പാട്ടം കൊടുക്കണം. അങ്ങനെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് റെക്കോർഡുകളൊന്നും കിട്ടിയിട്ടില്ല. അതായത് ദേവസ്വത്തിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ട് സർക്കാർ കൃഷി ചെയ്യുന്നു, എന്നിട്ട് സർക്കാർ ദേവസ്വത്തിന് പാട്ടം കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോയിന്റിന് എന്തെങ്കിലും ഒരു വാലിഡിറ്റി ഉള്ളൂ. പക്ഷേ അപ്പോഴും ഓണർഷിപ്പ് ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെയാണ്, സർക്കാരിൻ്റെ കീഴിലല്ല. നമ്മളൊരു ഭൂമി ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്താൽ പാട്ട കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് അതെത്തും. പാട്ട കാലാവധി സമയത്തും അതിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാണ്. അതിൽ നിന്നുണ്ടാക്കുന്ന മൂല്യം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥാവകാശം മാത്രമാണ് പാട്ടക്കാരന് അവകാശമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്, ദേവസ്വത്തിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയുടെ ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ അത് വർഷത്തിൽ 100 കോടിക്കുള്ളതാണോ അതിൽ കൂടുതൽ. അപ്പം ദേവസ്വത്തിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ക്ലെയിം ഇദ്ദേഹം വയ്ക്കുന്നത്. ദേവസ്വത്തിൻ്റെ ഭൂമി ദേവൻ്റെ കയ്യിലേക്ക് വീണ്ടും റീ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്തു കൊടുക്കുകയാണ് ജോൺ മൺട്രോ ചെയ്തത്. ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മൺട്രോ സാഹിബ് ഉണ്ടാക്കിയ, ഇവർ ബ്രിട്ടീഷുകാരാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്നത്. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. സത്യത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മൺട്രോ സാഹിബ് ചെയ്യുന്നത്. ഈ ദേവസ്വത്തിൻ്റെ എല്ലാം ഉത്തരവാദിത്വത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂർ രാജാവിനെ ഇവിടുത്തെ ഹിന്ദു ഭക്തന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപമതിപ്പുണ്ടോ അദ്ദേഹം ഇതിനെ മാനേജ് ചെയ്യുന്നതിൽ? തീർച്ചയായിട്ടുമില്ല. കാരണം ഈ ഈ ഭക്തർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതിയുമായിട്ട് ചെന്നത് ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്നു, അവിടെ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നു എന്നൊക്കെ ഇവർ തന്നെയാണ് രാജാവിൻ്റെ അടുത്ത് പരാതിയുമായിട്ട് ചെന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൺട്രോ സാഹിബ് ഈ ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിനെ ഇതിൻ്റെ മാനേജ്മെൻറ്റിനായിട്ട് നിയമിക്കുകയും ചെയ്യുന്നത്. അപ്പോഴും ഓണർഷിപ്പ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഡെയ്റ്റിയുടെ അണ്ടറിൽ തന്നെയാണ്. ഓണർഷിപ്പ് ഒരിക്കലും ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് നമ്മളിപ്പോഴും തുടർന്നു പോരുന്നത്. ഇനിയും ഇങ്ങനെ ദേവസ്വത്തിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ കോമ്പൻസേഷനാണ് സർക്കാർ കൊടുത്തതെന്ന് നമുക്ക് നോക്കണം. എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ ഒരു മുടക്കം വരാതെ നടത്താനുള്ള സാമ്പത്തിക സഹായം സർക്കാർ ചെയ്തുകൊള്ളും എന്നുള്ളതാണ് മെയിൻ്റനൻസ് ഓഫ് ടെമ്പിൾ സർവീസസ് കോമ്പൻസേഷൻ കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫണ്ട്സ് വെയർ അലോക്കേറ്റഡ് ഫ്രം ദ സ്റ്റേറ്റ്സ് ട്രഷറി, അതിനെയാണ് ദേവസ്വം ഫണ്ട് എന്ന രീതിയിൽ വക മാറ്റിയിട്ട് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് തിരുവിതാംകൂർ രാജാവ് ഈ എക്സ്ട്രാ വരുന്ന എക്സ്പെൻസസിനെ കവർ ചെയ്യുന്നതിനായിട്ട് ക്ഷേത്രങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല, വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് പലപ്പോഴും ഉത്സവങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. മാത്രമല്ല ടെമ്പിൾ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് പ്രീസ്റ്റ് ആൻഡ് വർക്കേഴ്സ് വെർ പ്ലേസ്ഡ് ഓൺ ദ ഗവൺമെൻറ് പേറോൾ. ഇവർ ഗവൺമെൻറ് സ്റ്റാഫുകളായി മാറുകയാണ്. സാലറീസ് വെയർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് പെയ്ഡ് റെഗുലർലി ടു പ്രിവെൻറ്റ് ഫിനാൻഷ്യൽ ഹാർഷിപ്പ് എമംഗ് ടെമ്പിൾ എംപ്ലോയീസ്. പിന്നെ ടെമ്പിളിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് തുക ദേവസ്വം ബോർഡിന് അനുവദിച്ച തുകയിൽ നിന്ന് ദേവസ്വം ബോർഡിനെടുത്ത് ചിലവാക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഗവൺമെൻറ് ഏറ്റെടുത്തതിലൂടെ വളരെ കാലമായിട്ടുള്ള വിശ്വാസികളുടെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു തരത്തിലുള്ള അറുതി വരുത്തുകയാണ് ജോൺ മൺട്രോ ചെയ്തിട്ടുള്ളത്. ഇനിയാണ് അടുത്ത പോയിന്റ്, രഞ്ജിത്ത് വിശ്വനാഥനൊക്കെ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ ടു ലാൻഡ് ലോഡ്സ്. പല ടെമ്പിളുകളും അണ്ടർ ദ കൺട്രോൾ ഓഫ് ലോക്കൽ ലാൻഡ് ലോഡ്സ്, ദ ഗവൺമെൻറ് നെഗോഷിയേറ്റഡ് ദ ട്രാൻസ്ഫർ ഓഫ് മാനേജ്മെൻറ്റ്. ഇനി നിങ്ങൾ മാനേജ് ചെയ്യേണ്ട, ഇത് ഞങ്ങൾ തന്നെ മാനേജ് ചെയ്തോളാം. ഇത് ദൈവത്തിൻ്റെ ഭൂമിയാണ്, ഡെയ്റ്റിയുടെ ഭൂമിയാണ്. സോ യു വെയർ ദ മാനേജർ. മാനേജറെ മാറ്റുകയാണ് ചെയ്തത്, ഓണർഷിപ്പ് അല്ല.
ഓണർഷിപ്പ് ഡേറ്റിക്ക് തന്നെയാണ്, ഡേറ്റിയുടെ കീഴിൽ തന്നെയാണ് ഓണർഷിപ്പ്. അതിനെ ഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയും മാനേജ്മെൻറ്റ് ലോക്കൽ പ്രഭുക്കന്മാരായിരുന്നു മാനേജ് ചെയ്തിരുന്നത്. അവരോട് പറഞ്ഞു നിങ്ങളിനി മാനേജ് ചെയ്യേണ്ട, ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഇവിടെ ദേവസ്വം ബോർഡ് എന്ന ട്രസ്റ്റ് ഉണ്ട്. ദർ ഈസ് ലിമിറ്റഡ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഓഫ് ഡയറക്റ്റ് മോണിറ്ററി കോമ്പൻസേഷൻ ബീങ് പ്രൊവൈഡഡ് ടു ദീസ് ഇൻഡിവിജ്വൽസ്. ഈ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മാനേജർ പോസ്റ്റ് മാറ്റിയതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തതായിട്ട് എന്തെങ്കിലും ചരിത്രപരമായിട്ടൊരു രേഖകളൊന്നുമില്ല. Same landlords might have been allowed to retain certain privileges or granted alternative lands as part of the negotiation. അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. ചിലപ്പം മറ്റെന്തെങ്കിലും ഭൂമി കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചില പ്രിവിലേജസ് ഒക്കെ കൊടുത്തിരിക്കാം. ചില ക്ഷേത്രങ്ങളിൽ തിടം പേറ്റാനുള്ള അവകാശം ഒരു കുടുംബത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിച്വൽ ചെയ്യാനുള്ള അവകാശം ഏതെങ്കിലും ഒരു കുടുംബത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള അവകാശങ്ങൾ കൊടുക്കുന്നതിലൂടെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ക്ഷേത്രത്തിലുള്ള അധികാരത്തെ ഒരു രീതിയിൽ സോഫ്റ്റൻ ചെയ്ത് സർക്കാർ ദേവസ്വം ബോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ കൊണ്ടുപോയി. ഇപ്പോഴും അത് തുടരുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും, നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതിനപ്പുറം എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള കോമ്പൻസേഷൻസ് ഈ ലാൻഡ് ലോഡ്സിനോ മാനേജ്മെൻറ്റിനോ കൊടുത്തതായിട്ട് ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഉണ്ടായി, എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഇവോൾവ് ചെയ്തത് തിരുവിതാംകൂറിൽ. അതിനുശേഷം മൺട്രോ സാഹിബിന് ശേഷം പല ദിവാന്മാരും അവിടെ ഇരിക്കുകയും അതുപോലെ തന്നെ രാജാക്കന്മാർ മാറുകയും ഒക്കെ ചെയ്തെങ്കിലും ഇത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോസസ്സ് കോപ്പി ചെയ്തുകൊണ്ട് ഇത് കൊച്ചിയിലേക്കും കൂടെ വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ്. കൊച്ചിയിലും സമാനമായിട്ടുള്ള റിഫോമുകളുണ്ടായി. അങ്ങനെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞുണ്ടാവുന്നത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മൾ അവലംബിച്ചിരിക്കുന്ന റെഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ബൈ പി ശങ്കുനിമേനോൻ, ദ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ബൈ വി നാഗം അയ്യ, റിലീജിയൻ ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഇൻ സൗത്ത് ഏഷ്യ ബൈ കെ.എം. ഡിസിൽവ, കേരള സ്റ്റേറ്റ് ആർക്കൈവ്സ്, ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദേവസ്വംസ്, കേണൽ ജോൺ മുൻറോ ആൻഡ് ദ അഡ്മിനിസ്ട്രേഷണൽ റിഫോംസ് ഇൻ ട്രാവൻകൂർ, ജേണൽ ആർട്ടിക്കിൾസ് ഫ്രം ദ കേരള ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി. ഇതിലാണ് നമ്മുടെ ചരിത്രം നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ട് അവലംബിച്ചിരിക്കുന്ന റെഫറൻസസ്. ഇനി ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ളോ അതിൽ ഇതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കാം. പക്ഷേ ദിസ് ഈസ് വാട്ട് ഈസ് റെഡ്ലി അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. അതാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാനും നിങ്ങളുമായി പങ്കുവയ്ക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഇനിയാണ് നമ്മുടെ ഗവൺമെൻറ് ഇതിലേക്ക് വരുന്നത്. അതായത് ഒരു ജനാധിപത്യ സർക്കാർ 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നു. അതിനുശേഷം പല ഇന്ത്യൻ സ്റ്റേറ്റുകളും ഇന്ത്യൻ യൂണിയനുകളിലേക്ക് ലയിക്കുന്നു. അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നു. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഈ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എല്ലാം തന്നെ ജനാധിപത്യ സർക്കാരുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, ഓണർഷിപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ കൂട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സും റോൾസും എല്ലാം തന്നെ ജനാധിപത്യ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിനെ എങ്ങനെ ജനാധിപത്യ സർക്കാർ മാനേജ് ചെയ്യുമെന്നതിന് പുതിയൊരു ആക്ട് ആവശ്യമായി വന്നു. ആ ആക്റ്റാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1950. These laws define the composition, powers, functions and the administrative structure of the board. ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്തായിരിക്കുമെന്ന് വിവക്ഷിക്കുന്ന ആക്റ്റാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950. ഇതുകൂടാതെ ആർട്ടിക്കിൾ 290A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നൊരു സംഭവമല്ല, ഈ രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ the constitutional provision requires the state government to make annual payments to certain ദേവസ്വം funds. ദേവസ്വം ഫണ്ടിലേക്ക് എല്ലാ വർഷവും ഒരു സ്പെസിഫിക് എമൗണ്ട് ഗ്രാൻഡായി കൊടുക്കുന്നതിന് നിയമപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ആർട്ടിക്കിൾ 290A കൂടി. ഇത് ആണ് പലപ്പോഴും പലരും പറയുന്നത് ദേവസ്വം ബോർഡിന് സർക്കാർ കൊടുക്കുന്ന സഹായം നിയമപരമായിട്ടുള്ളതാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണലാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ചെയ്യുന്ന തുകയാണ്. ശരിയാണ്. അങ്ങനെ തിരുവിതാംകൂറിനും കൊച്ചിക്കും കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന തുക എത്രയാണ്? കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 46.5 ലക്ഷം രൂപയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് ഒരു വർഷം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 13.5 ലക്ഷം രൂപയാണ്. നമുക്ക് 3 ദേവസ്വങ്ങളുണ്ട്, ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ. അപ്പോൾ ഇവിടെ മലബാറിൻ്റെ കാര്യം പ്രത്യേകം പരാമർശിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അതിനൊരു കണ്ടീഷൻ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഏതായാലും ഇതിലും കുറവ് തുകയായിരുന്നിരിക്കും. എങ്ങനെയായാലും എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 60-70 ലക്ഷം രൂപ കൂടുതൽ ഒരു വർഷം സർക്കാരിന് ക്ഷേത്രങ്ങൾക്ക് ദേവസ്വം ബോർഡിന് കൊടുക്കാൻ ബാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ 1 രൂപ കൊടുത്താൽ പോലും അത് പ്രീണനം തന്നെയാണ്. ദാറ്റ്സ് വാട്ട് മൈ പോയിന്റ് ഈസ്. അപ്പം നമുക്ക് നോക്കാം. കേരള ഗവൺമെൻറ് സ്പെൻഡ് 458 crore ഓൺ ടെമ്പിൾസ് ഇൻ 5 years, സേസ് മിനിസ്റ്റർ. ഇത് മിനിസ്റ്റർ പറഞ്ഞാണ്. ഇത് 2022 ഹിന്ദുവിൽ വന്ന വാർത്തയാണ്.
അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ 2017 മുതൽ 458 കോടി രൂപ 2022 വരെ വിവിധ സർക്കാരുകൾ അല്ലെങ്കിൽ വിവിധ വകുപ്പുകളിൽ വിവിധ തരത്തിൽ ഈ പൈസ ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന് നിയമപരമായി കൊടുക്കാൻ ബാധ്യതയുള്ള തുക 70 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ ഇത് പ്രീണനമാണോ അല്ലയോ? ദിസ് ഈസ് വാട്ട് ഈസ് മൈ പോയിന്റ് ഈസ്. അപ്പോൾ നമ്മൾ മദ്രസാധ്യാപകർക്ക് കൊടുക്കുന്ന പെൻഷൻ മാത്രം കണ്ടാൽ പോരാ, ഇതും കാണണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. തിരുവിതാംകൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ജനാധിപത്യ സർക്കാരിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തൊക്കെയായിരിക്കും? കണ്ടിന്യൂവേഷൻ ഓഫ് ദ ട്രസ്റ്റി മോഡൽ. ദ കോർ കൺസെപ്റ്റ് റിമെയിൻസ് സെയിം. ദ ഗവൺമെൻറ് ഡസ് നോട്ട് ക്ലെയിം പേഴ്സണൽ ഓണർഷിപ്പ് ഓഫ് ടെമ്പിൾ പ്രോപ്പർട്ടീസ്. ഗവൺമെൻറ്റിന് ടെമ്പിൾ പ്രോപ്പർട്ടീസിൽ പേഴ്സണലായിട്ടുള്ള ഓണർഷിപ്പ് ഇല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ്. KSRTC ഗവൺമെൻറ്റിൻ്റെയാണ്. KSEB ഗവൺമെൻറ്റിൻ്റെയാണ്. അവരുടെ സ്വത്തുക്കൾ ഇപ്പം KSRTC സ്റ്റാൻഡ്, പാലായിലെ KSRTC സ്റ്റാൻഡ് സർക്കാരിൻ്റെയാണ്. ദേ ക്യാൻ ക്ലെയിം ഇറ്റ് ബിക്കോസ് KSRTC കൂടുതൽ റവന്യൂ ലാഭം ഉണ്ടാക്കിയാൽ ആ ലാഭവിഹിതം സർക്കാരിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഒരു ക്ഷേത്രത്തിൽ ഭയങ്കരമായിട്ട് വരുമാനം ഉണ്ടാകുന്നു, ക്ഷേത്രത്തിൻ്റെ ചെലവിലും കവിഞ്ഞ് വരുമാനം ഉണ്ടാകുന്നു. ഈ വരുമാനം ബാങ്കിലിടാം എന്നല്ലാതെ ഗവൺമെൻറ്റിന് 1 രൂപ പോലും അതിനകത്ത് നിന്ന് എടുക്കാൻ അവകാശമില്ല. അതാണ് വ്യത്യാസം. നിങ്ങൾ ഈ KSEB KSRTC ഒക്കെ പോലെയാണ് ദേവസ്വം ബോർഡ് എന്ന് ധരിച്ചിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യത്യാസമാണ്. ദേവസ്വം ബോർഡിന് പോലും ദേവൻ്റെ സ്വത്തെടുത്തിട്ട് വെറുതെ പുട്ടടിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെലവഴിക്കാനോ നിയമപരമായിട്ട് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല എന്നുള്ളതാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ദേവസ്വം ബോർഡ്സ് ആർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള, സ്പെസിഫിക് ലെജിസ്ലേഷൻ created autonomous Devaswam boards to manage Hindu temples. These boards, while influenced by government regulations and sometimes appointments, ഉദാഹരണത്തിന് ഇതിലെ ബോർഡ് മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്, ദേവസ്വം പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതാണ് പലപ്പോഴും പലരെയും അലോസരപ്പെടുത്തുന്നത്. അതായത് അധികാരത്തിലുള്ള പാർട്ടികൾ അവരുടെ ആളുകളെ, നോമിനികളൊക്കെ ആയിരിക്കും ബോർഡിൽ തിരികെ കയറ്റുക. അങ്ങനെ വരുമ്പോൾ ഇത് അധികാരം ലഭിക്കാത്ത ആൾക്കാർക്ക് ഇതൊരു ഫ്രസ്ട്രേഷനാണ്. തങ്ങൾക്ക് എന്തുകൊണ്ട്, തങ്ങൾ വിശ്വാസികളാണ്, പക്ഷേ തങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സിൽ വരാൻ സാധിക്കുന്നില്ല. വൈ? ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ് സത്യത്തിൽ കേരളത്തിലെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലിഗേഷൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുപ്രചരണങ്ങളുടെ ഒക്കെ തുടക്കം. തങ്ങൾക്ക് ഈ ബോർഡ് മെമ്പർഷിപ്പിൽ സ്വാധീനമില്ല, അല്ലെങ്കിൽ അവരെ നിയമിക്കുന്നതിൽ സ്വാധീനമില്ല, അതിനകത്ത് കയറിപ്പറ്റാൻ കഴിയുന്നില്ല എന്ന് കരുതുന്ന ആളുകളും സംഘങ്ങളും ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു കോൺസ്പിറസിയാണ് ദേവസ്വം ബോർഡിൻ്റെ പൈസയെല്ലാം സർക്കാർ എടുത്ത് അടിച്ചു മാറ്റുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെയാണ്. അമ്പലത്തിലെ വരുമാനം, ഭണ്ഡാരത്തിലെ വരുമാനം എല്ലാം സർക്കാർ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടത് ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കാറ്റഗറിയിൽ വരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിലേക്ക് നോമിനേഷൻ കിട്ടാത്ത ആളുകൾ അല്ലെങ്കിൽ സംഘങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു ഉപജാപക വൃന്ദത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ക്ഷേത്രത്തിൽ വേണമെന്നും ക്ഷേത്ര ഭരണസമിതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരിയാണെന്നും വാദിക്കുന്ന ആളല്ല. പക്ഷേ ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കാരണം ദേവസ്വം ഇത്തരത്തിൽ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളിലും ഇതേ പ്രോസസ്സുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇങ്ങനെയൊരു പ്രശ്നം ആയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവർക്ക് അവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള ഹിന്ദു പാർട്ടി ഭരിക്കുന്നു. ആ പാർട്ടിയുടെ ആൾക്കാർ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മാനേജ്മെൻറ്റിൽ ഇരിക്കുമ്പം ദേ ഡോണ്ട് ഫീൽ ദാറ്റ് ഏലിയനേഷൻ, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഭരിക്കുമ്പോൾ ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, ഇത് മറ്റുള്ളവരുടെ പാർട്ടിയാണെന്നൊക്കെയുള്ളൊരു ധാരണ പുലർത്തിക്കൊണ്ടാണ് ഇതിനെ ആളുകൾ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോർ വിഷയം ഇത് മാത്രമാണ്. ബാക്കിയൊക്കെ വെറുതെ ഗ്യാസാണ് എന്ന് നിങ്ങൾക്ക് ഇനിയും നമ്മൾ ചർച്ച ചെയ്യുമ്പം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 290A അനുസരിച്ച് ഗവൺമെൻറ് കൊടുക്കാൻ ബാധ്യതപ്പെട്ട തുക 70 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ്. നോ ഹിസ്റ്റോറിക്കൽ കോമ്പൻസേഷൻ എഗ്രിമെൻറ്റ് വിത്ത് ഫ്യൂഡൽ ഓണേഴ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷൻ എഗ്രിമെൻറ്റുകളിലും ഈവൻ തിരുവിതാംകൂർ രാജാവോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഏർപ്പെട്ടിട്ടില്ല. മൂന്നാമത്തെ പോയിന്റ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ്, എക്സീഡിങ് ദ ലീഗൽ ഒബ്ലിഗേഷൻ. ലീഗലി സർക്കാർ കൊടുക്കേണ്ട തുകയിലും വളരെ കൂടുതലാണ് സർക്കാർ ദേവസ്വം ബോർഡുകൾക്കും അല്ലാതെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾക്കായിട്ട് ചിലവാക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഗവൺമെൻറ് ഇതിനകത്തുനിന്ന് പൈസ എടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അതിൻ്റെ ഉത്തരം കിട്ടിക്കണം. ഗവൺമെൻറ്റിന് ഇതിനകത്തുനിന്ന് ഒരു ചില്ലിക്കാശ് പോലും എടുക്കാൻ അവകാശമില്ല, നിയമപരമായിട്ട് അവകാശമില്ല. അങ്ങനെ എടുക്കുന്നു എന്ന ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. കോടതി പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. ആ ഇൻസിഡൻസ് നമുക്കിവിടെ പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് മാനേജ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ട്രസ്റ്റ് മാനേജ് ചെയ്യുന്നു. സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം ഡേറ്റിക്കാണ്. ആ ഉടമസ്ഥൻ മൈനർ ആയതുകൊണ്ട് ഇതിനെ മാനേജ് ചെയ്യുന്ന കസ്റ്റോഡിയൻ മാത്രമാണ് ദേവസ്വം ബോർഡ്.
അപ്പോൾ അതിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ്, ടെമ്പിൾ മെയിൻ്റനൻസ്, ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളം, അതേപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ടെമ്പിളിൻ്റെ മെയിൻ്റനൻസ്, ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നത്. ഈ പൈസ, ഭണ്ഡാരത്തിൽ നിങ്ങളിടുന്ന പൈസ ദേവസ്വം ബോർഡിൻ്റെ പൈസയാണ്. അത് സർക്കാരിലേക്ക് വകമാറ്റി ചെലവഴിക്കാൻ യാതൊരു നിർവാഹവുമില്ല, നിയമപരമായിട്ട് യാതൊരു അനുവാദവും സർക്കാരിനില്ല. ഒരു രൂപ പോലും ദേവസ്വം ബോർഡിലെ എടുക്കാൻ സർക്കാരിന് അവകാശമില്ല. പകരം സർക്കാർ അങ്ങോട്ട് എക്സ്ട്രാ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ ദേവസ്വം ബോർഡിനോട് പണം ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. ഞാനതിനെ അനുകൂലിക്കുന്ന ആളാണ്. ഏതാണ്? ഇപ്പോൾ ശബരിമല പോലത്തെ ഒരു വലിയ ടെമ്പിളിൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ദർശനം, ഇതിനു വേണ്ടിയിട്ട് ഏതാണ്ട് 15,000-ഓളം പോലീസുകാരെയാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഈ റിലീജിയസ് ഫെസ്റ്റിവൽസിൻ്റെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിട്ടുകൊടുത്ത ഇത്രയും ആൾക്കാർ 15,000 പേര് 45 ദിവസം പല റൊട്ടേഷനിലെ ഷിഫ്റ്റുകളിൽ അവിടെ പോയി താമസിച്ച് ഭക്തരെ മാനേജ് ചെയ്യുന്നതിന് സർക്കാരിന് ചില്ലിക്കാശ് പോലും കൊടുക്കണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഡോണ്ട് ഡൈവേർട്ട്സ് ഫണ്ട്സ് ഫോർ പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ഇൻ ശബരിമല, ഹൈക്കോർട്ട് ടു ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. അതായത് സർക്കാർ ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് പറഞ്ഞു ഞങ്ങൾക്ക് 100 കോടി രൂപ തരണം ഈ 45 ദിവസത്തെ ഇതിനെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് നേരെ കോടതിയിൽ പോയി, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ചിലവിനുള്ള പൈസ തികയുന്നില്ല, അതായത് സർക്കാർ ചോദിക്കുന്നു, സർക്കാരിൻ്റെയാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം, ഞങ്ങളുടെയല്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ തുക കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരല്ല എന്ന് ദേവസ്വം ബോർഡ് സർക്കാരിനെ അറിയിക്കുന്നു. അങ്ങനെ സർക്കാർ ദേവസ്വം ബോർഡിനോട് പറയുന്നു, കോടതി ദേവസ്വം ബോർഡിനോട് പറയുന്നു നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട. ഇനി ഇത് കൂടാതെ വേറൊരു സംഭവം കൂടെ ഞാൻ വായിച്ചത്, ദേവസ്വം ബോർഡിൻ്റെ മെസ്സ് 50 രൂപയാണ് ഊണിന്, അതിൽ 30 രൂപ സബ്സിഡി ദേവസ്വം ബോർഡ് കൊടുക്കുന്നുണ്ട് പോലീസുകാർക്ക്. അതായത് പോലീസുകാർ അവിടെ പോയി ഊണ് കഴിക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം, പക്ഷേ അവർ 20 രൂപ കൊടുത്താൽ മതി, 30 രൂപ ദേവസ്വം ബോർഡ് സബ്സിഡി കൊടുക്കും. ഈ സബ്സിഡിയും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇവർ പറയുന്നത്, കോടതി പറയുന്നത്. പക്ഷേ ഈ സബ്സിഡി ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നല്ല കൊടുക്കുന്നത്, ദേവസ്വം ബോർഡിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സർക്കാരിൻ്റെ ഫണ്ടുകളുണ്ടല്ലോ, ഈ പറഞ്ഞ 500 കോടി 5 വർഷം കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നത്, അതിനകത്തുനിന്ന് എടുത്ത് ഈ സബ്സിഡിയും കൂടെ സർക്കാർ തന്നെ കൊടുക്കുകയാണ് എന്നുള്ളതാണ് നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് വസ്തുത. ഇനി നിങ്ങൾ അടുത്ത ഇത് നോക്കൂ, ഫണ്ട്സ് ഓഫ് ഗുരുവായൂർ ദേവസ്വം കാൻ ബി ഗിവൺ ടു ഗവൺമെൻറ്. ഇത് കോവിഡ് കാലത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കോർപ്പറേഷനുകൾ, PSUകൾ, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരോടൊക്കെ സാലറി ചലഞ്ച് പോലെ പൈസ തരൂ, സർക്കാരിൻ്റെ പൈസയില്ല, പൈസ തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ, അങ്ങനെ ചോദിച്ചു ചെന്നതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത്, ഞങ്ങൾക്കൊരു 10 കോടി രൂപ തരുന്നാൽ കൊള്ളാമായിരുന്നു, തരണമെന്ന് പറഞ്ഞു. അതിനെ ദേവസ്വം ബോർഡ് കോടതിയിൽ പോയി, കോടതി പറഞ്ഞു അങ്ങനെ യാതൊരു നിയമവുമില്ല, ഒരു നയാ പൈസ പോലും കൊടുക്കാൻ നിയമപരമായിട്ട് റൈറ്റ് പോലുമില്ല, ഇങ്ങനെ അങ്ങനെ കൊടുത്താൽ ദേവസ്വം ബോർഡിന് പോലും കൊടുക്കാൻ നിയമമില്ല, ഇത് ദേവൻ്റെ സ്വത്താണ്, അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി എന്തിനാണോ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമേ ആ പണം ചെലവഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ സർക്കാരിൻ്റെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈസയ്ക്കൊന്നും പൈസ കൊടുക്കാൻ ദേവസ്വം ബോർഡിന് യാതൊരു നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്ന് കോടതി യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാതെ വിധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം? ഇത് കൂടാതെ ഒരുപാട് ക്ഷേത്രങ്ങൾ, പള്ളികൾ, നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഇപ്പോൾ ശബരിമലയിലേക്ക് തന്നെ 10-15,000 പോലീസുകാരെ സർക്കാർ വിട്ടുകൊടുക്കുന്നു. നമ്മുടെ ഇവിടുത്തെ കേസ് അന്വേഷിക്കാൻ പോലീസില്ല, പല പോലീസ് സ്റ്റേഷനിലും ആൾക്കാരില്ല, ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസില്ല. ഇതെല്ലാം ഈ പോലീസുകളെല്ലാം ഡൈവേർട്ട് ചെയ്തിരിക്കുന്ന റിലീജിയസ് ഫെസ്റ്റിവൽസിന് വേണ്ടി. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പം ഇഷ്ടം പോലെ, ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെയാണ്, അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, അത് ദേവസ്വം ബോർഡിൻ്റെ അല്ല. ഇതേപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങൾ നടക്കുമ്പോഴും മറ്റ് പല ആചാരങ്ങൾ നടക്കുമ്പോഴും എല്ലാം തന്നെ, ഫെസ്റ്റിവൽസ് നടക്കുമ്പോഴും എല്ലാം തന്നെ സർക്കാരിൻ്റെ പോലീസ് സേവനങ്ങൾ, സംവിധാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, 1 രൂപ പോലും മേടിക്കാതെ. അത് ക്ഷേത്രങ്ങളുടെ മാത്രമല്ല, പള്ളികളുടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളാണെങ്കിലും ഈ പോലീസിനെ തന്നെയാണ് അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് ഏത് തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം നിരീശ്വരവാദികളുടെയും മറ്റു മതസ്ഥരുടെയും എല്ലാവരുടെയും പണം വരുന്നതാണ്, നികുതി പണമാണ് ഈ പറഞ്ഞ പോലീസിനും. ഇത് നമ്മുടെ ക്രമസമാധാന നില പരിപാലിക്കുന്നതിനും നമ്മുടെ ജീവിതം സുഗമമാക്കുന്നതിനും ഇവിടുത്തെ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പോലീസ് ഉള്ളത്. ഈ പോലീസ് സേന അവിടെ ട്രാഫിക് നിയന്ത്രിക്കാനും അവിടുത്തെ ഭക്തന്മാരെ നിയന്ത്രിക്കാനും അവർക്ക് ക്യൂ ഒരുക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് പൊതുഖജനാവിലെ പണം തന്നെയാണ് വേറൊരു വഴിക്ക് പോകുന്നത്. ഇത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ന്യായമാണോ? നിങ്ങൾ തന്നെ പറയൂ. ഒരു ന്യായവും ഇല്ല. അപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം നടത്തുന്നുവെങ്കിൽ അതിന് പോലീസ് സന്നാഹം വേണം, അല്ലെങ്കിൽ ഇത്ര പോലീസുകാർ വേണം ഡ്യൂട്ടിക്ക് എന്ന് അമ്പല കമ്മിറ്റി തീരുമാനിച്ച് ആ പോലീസ് ഡ്യൂട്ടിക്ക് വരുന്ന എത്ര പോലീസുകാർക്ക് ഒരു ഫീസ് അത് സർക്കാരിലേക്ക് അടച്ച്, അതാണ് ഭക്തരുടെ ഉത്തരവാദിത്വമാണിത്. ഭക്തന്മാരാണ് എൻഷുർ ചെയ്യേണ്ടത് ഇവിടെ. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യണം.
പ്രൈവറ്റ് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യണം. അത് കോസ്റ്റ് അമ്പലത്തിൻ്റെ ചിലവിലേക്ക് വരുത്തണം. ദേവൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുമ്പോൾ അത് ദേവനാണ് അതിൻ്റെ സുരക്ഷ ഒരുക്കേണ്ടത്, അല്ലാതെ പൊതുജനങ്ങളുടെ പണം എടുത്ത് സർക്കാരല്ല. ഇതാണ് സത്യത്തിൽ വേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യം ഒരു മതപ്രീണന രാജ്യമായതുകൊണ്ട് ഇതൊന്നും ആരും മുന്നോട്ട് വയ്ക്കുന്നില്ല. ഇതൊന്നും വെച്ചുകൊണ്ട് ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതാണ് സത്യത്തിൽ വാസ്തവം. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കിട്ടിയിട്ടും ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് ഹിന്ദുത്വവാദികളാണ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അവരാ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്കിത് അറിയാൻ മേലാഞ്ഞിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ആ പാർട്ടിക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിലുള്ള ചില വൈക്ലഭ്യം മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളും ക്ഷേത്രമൊക്കെ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു? ഇതെന്തുകൊണ്ട് വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തുകൂടാ? ഇവിടെയാണ് ഒരു വലിയ ചലഞ്ച് ഇരിക്കുന്നത്. ഏത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കും? അതായത് ദേവൻ്റെ സ്വത്തെല്ലാം ദേവൻ്റെ തന്നെയാണ്, ഡേറ്റയുടെയാണ്. അത് മാനേജ് ചെയ്യാനുള്ള അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസികളാൽ നിയമിതമാണ്. ഇവിടെ ആകെ വരുന്ന ഒരു ഇൻ്റർഫറൻസ് പറഞ്ഞാൽ സർക്കാരിൻ്റെ നോമിനികൾ വരും. അതും ഹിന്ദുക്കൾ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ, കാരണം അവർ വിശ്വാസത്തിനെതിരാണ് കമ്മ്യൂണിസം. അപ്പോൾ വിശ്വാസികളല്ലാത്ത ആളുകൾ അതിൻ്റെ ബോർഡിലേക്ക് വരുന്നതാണെങ്കിൽ അത് പറയാം, അതൊരു പോയിൻ്റായിട്ട് റേസ് ചെയ്യാം, വിശ്വാസികളായിരിക്കണമെന്ന് പറയാം. പക്ഷേ അപ്പോഴും ഈ വിശ്വാസി എന്ന് പറഞ്ഞു വരുന്നവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ എന്ന് അറിയാൻ ഒരു മെഷീനും ഇതുവരെ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു വിശ്വാസിയായിട്ട് ഒരുത്തൻ അഭിനയിച്ചു കൊണ്ട് വരാമല്ലോ. അമ്പലത്തിൽ നിന്ന് കാണിക്ക പൈസ തട്ടിയെടുക്കുന്ന ക്ഷേത്ര ജീവനക്കാരെ നമ്മൾ എത്രയോ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. പൂജാരിമാർ പൈസ തട്ടിയെടുക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. പഴനി ക്ഷേത്രത്തിൽ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ട്രോമയിൽ കൂടി പോയൊരു സമയമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, ഞാനതൊരു വിശ്വാസിയാണ്, അങ്ങനെ തലമൊട്ടയടിക്കാനായിട്ട് പളനി ചെല്ലുമ്പം എൻ്റെ കൺമുമ്പിൽ എന്നെ അവിടെ പറ്റിക്കാത്തൊരു ഒരു ഗ്രൂപ്പ് പോലും ഇല്ല. ഏറ്റവും അവസാനം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ പടികൾ കയറി ചെല്ലുമ്പം ഒരു കാല് വയ്യാത്ത ആൾ എനിക്ക് 5 രൂപ തന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് പടി കയറാൻ പറ്റുന്നില്ല, നീ അത് മുകളിൽ കാണിക്കയിടണമെന്ന് പറഞ്ഞു തന്നു, ഒരു തമിഴൻ. ഞാൻ 5 രൂപയും കയ്യിൽ മുറുക്കെ പിടിച്ച് ചെന്ന് ക്യൂ നിന്ന് മുരുകൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഈ പൈസ അങ്ങ് നീട്ടുമ്പോൾ ആ കാണിക്കപ്പെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ തിരുമേനിക്ക് കിട്ടത്തില്ല. ആ മുരുകൻ്റെ പ്രതിമയുടെ മുമ്പിൽ ഒരു 2-3 പേര് നിൽപ്പുണ്ട് ഈ ഭസ്മമൊക്കെ കൊടുക്കാനായിട്ട്. അയാൾ ആ 5 രൂപ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത്, ശരിക്കും പറഞ്ഞാൽ പിടിച്ച് വലിച്ച് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു 2 പാക്കറ്റ് ഭസ്മം വെച്ച് തന്നു. കാരണം അതെൻ്റെ കയ്യിൽ നിന്ന് കാണിക്കപ്പെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടുത്തെ ദേവസ്വത്തിൻ്റെ കയ്യിലേക്ക് പോകും. അതെൻ്റെ കയ്യിൽ നിന്ന് മുന്നിൽ വെച്ച് പിടിച്ചു പറിച്ചു. അപ്പോൾ ഇദ്ദേഹമൊക്കെ വലിയ തിരുമേനിയാണ്, അവിടുത്തെ പൂജാരിയാണ്. ഇവരൊക്കെ എങ്ങനെ വിശ്വാസികളാണെന്ന് തിരിച്ചറിയും? അപ്പം വിശ്വാസികളെ തിരിച്ചറിയാനുള്ള മിഷൻ കണ്ടുപിടിക്കാത്തടത്തോളം കാലം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കൂ എന്നുള്ള ജൽപ്പനങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഇപ്പം സെമറ്റിക് മതങ്ങളുടെ ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ സെമറ്റിക് മതങ്ങളുടെ പള്ളികൾ, മോസ്കുകൾ, ഇതേപോലെ തന്നെ ഒരുപാട് ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളുണ്ട്, സ്വകാര്യ വ്യക്തികൾക്ക്. അപ്പോൾ അതെന്ന് പറയുമ്പം അത് രാജാവിൻ്റെ അധീനതയിലല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിൽ കൂടെ വന്നതല്ല. അത് പലതും വില കൊടുത്ത് മേടിച്ചതുണ്ട്. അതേപോലെ തന്നെ ആ ക്രിസ്ത്യൻ വിശ്വാസി സമൂഹത്തിന് തിരുവിതാംകൂർ രാജാവ്, കൊച്ചി രാജാവ്, അതേപോലെ തന്നെ മലബാർ രാജാവ് ഒക്കെ ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഒക്കെ നിരവധി സ്ഥലങ്ങൾ പതിച്ചു നൽകിയിട്ടുണ്ട്. അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. രാജാവിൻ്റെ ഭൂമി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി പതിച്ചു കൊടുത്ത് അത് അവരുടെ പേരിൽ കൊടുത്തു. അതാണ് അവർ മാനേജ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ഡൂയിങ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ക്ഷേത്രങ്ങളെന്ന് പറയുമ്പം അത് ഹിസ്റ്റോറിക്കലി രാജാവ് മേൽനോട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ആ ക്ഷേത്രങ്ങളെല്ലാം ഇനി വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ഭരിക്കുന്നത് വിശ്വാസികളാണ്. അങ്ങനെയാണ് കോൺസെപ്റ്റ്. ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് വിശ്വാസികളാണ്, അവിടെ പൂജ ചെയ്യുന്നവർ വിശ്വാസികളാണ്, അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ വിശ്വാസികളാണ്, അവിടെ പോകുന്നവർ വിശ്വാസികളാണ്. ഇനി വേറെ ഏത് വിശ്വാസികൾക്ക് കൊടുക്കും? അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസി സമൂഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൊടുക്കുക എന്ന് പറയുന്നതും ലീഗലി ബുദ്ധിമുട്ടാണ്. അത് എന്നാ പറയുന്നത്, റാഷണലി അങ്ങനെ ഒരു കൂട്ടത്തെ കണ്ടെത്തുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം, ദേവസ്വം ബോർഡിന് കൂടുതൽ ഓട്ടോണോമസ് പവർ കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്തുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് മിനിമൈസ് ചെയ്യണം. ഇതൊക്കെ വേണമെങ്കിൽ ഒരു വാദമായിട്ട് ഉന്നയിക്കാം എന്നല്ലാതെ ഇത് വിശ്വാസികൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ കമൻ്റ് ഇടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, അതെ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നുണ്ട്, അല്ല 500 കോടി കൊടുത്തു, 100 കോടി വർഷം കൊടുക്കുന്നുണ്ട്, എന്താ അതിന് കുഴപ്പം? ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ വരുമാനം കിട്ടുന്നില്ലേ? അതായത് ഈ ഭക്തർ ഇവിടെ വരുമല്ലോ, ടെമ്പിൾ ടൂറിസം. ഇപ്പോൾ ശബരിമലയിലേക്ക് ഒരുപാട് ഭക്തർ, കോടിക്കണക്കിന് ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. അവർ ഓരോ സ്ഥലങ്ങളിലും നിർത്തി ഭക്ഷണം കഴിച്ച് അവിടുത്തെ പല കാര്യങ്ങളും ചെലവ് ചെയ്ത് പോകുമ്പോഴെല്ലാം സർക്കാരിനൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതായത് ടാക്സ് ആയിട്ട്, GST ആയിട്ടും ഒക്കെ പല സാധനങ്ങളും സേവനങ്ങളും മേടിക്കും. അവല്, മലര്, കുന്തിരിക്കം,
അതുപോലെ പല സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ സർക്കാരിലേക്ക് ചില പൈസകൾ കിട്ടും. അതേപോലെ തന്നെ പെരുന്നാളിനുമൊക്കെ കറണ്ട് ചാർജ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് യൂസ് ചെയ്യുന്നുണ്ട്, KSRTCക്ക് വരുമാനം കിട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് സഹിച്ചു കൊള്ളണം എന്നതാണ് വിശ്വാസികൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ സർക്കാർ കൊടുക്കുന്ന തുക ഒന്നും വലിയൊരു സംഭവമല്ല. ഏതാണ്ട് 1500 കോടി അല്ല 2000 കോടിയോളം ടാക്സ് വരുമാനം സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരു 100 കോടി രൂപ കൊടുക്കുന്നതിനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഏറ്റവും കൂടുതൽ സർക്കാരിന് വരുമാനം കിട്ടുന്നതാണ് മദ്യ വ്യവസായം, ലിക്വർ ബിസിനസ്. ഏറ്റവും കൂടുതൽ ടാക്സ് സർക്കാർ അടിച്ചെടുക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കുറേ കുടിയന്മാർക്ക് എല്ലാ വർഷവും ബഡ്ജറ്റിൽ ഒരു 100 കോടി രൂപ വെച്ച് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ നിങ്ങളുടെ ഈ ലോജിക്ക് വെച്ച്? അപ്പോൾ അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. അങ്ങനെ ആളുകൾ ഇവിടെ വരുന്നു പോകുന്നു, അത് അവരുടെ താല്പര്യപ്രകാരം വന്നു പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് സർക്കാരിന് വരുമാനം കിട്ടുന്നു. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം പരിപാലിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് എന്നുള്ള വാദത്തിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് എല്ലാ കാര്യത്തിലും അപ്ലിക്കബിളാണ്. കള്ള് കുടിയന്മാർക്കും ഇതേ വാദം ഉന്നയിക്കാം. ഞങ്ങൾ കള്ള് കുടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സർക്കാരിന് ഇത്രയും വരുമാനം കിട്ടുന്നത്, ഇവിടെ പലർക്കും ശമ്പളം കൊടുക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു 100 കോടി രൂപ സബ്സിഡി ഇങ്ങനെ തന്നേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് നടക്കുമോ? അത് നടക്കില്ലെങ്കിൽ ഇത് നടക്കില്ല. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിതിനകത്തൊരു ക്ലാരിറ്റി ആയി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, മനഃപൂർവ്വമല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഗുണപ്രദമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അതല്ല, മനഃപൂർവ്വം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇതല്ല ഇതുപോലത്തെ 100 വീഡിയോ കണ്ടാലും മാറാൻ പോകുന്നില്ല എന്നും എനിക്കറിയാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ.